ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങി വെറും 2 ദിവസം കൊണ്ട് തന്നെ ആ വീട്ടിൽ പ്രകടമായി പൊട്ടിമുളച്ച ഒരു സോ കോൾഡ് ആത്മബന്ധമാണല്ലോ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ്. ബിഗ് ബോസ് ഹൗസിന് പുറത്ത് സൈബർ അറ്റാക്ക് നടക്കുന്നത് മുക്കാലും ജാസ്മിനെതിരെയാണ്, ബാക്കി കുറച്ച് ഗബ്രിക്കും. ഇവർ രണ്ടുപേരും പുറത്തുനിന്നും പരിചയപ്പെട്ട ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് ഒരു പുതിയ അൺയൂഷ്വൽ സ്ട്രാറ്റജി രൂപാന്തരം കൊള്ളിപ്പിച്ച സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ 2 ദിവസം മുന്നേ വരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിൽ. ഇതുമായി ബന്ധപ്പെട്ട ജാസ്മിന്റെ ഭൂതം, ഭാവി, വർത്തമാനകാലത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും വരെ ചിക്കിച്ചികഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ കുത്തിനിറയ്ക്കുന്നുണ്ട്. വീടിനകത്തെ സ്ത്രീജനങ്ങളിൽ ലൗഡായിട്ടും ബോൾഡായിട്ടും തന്റെ ഒപ്പീനിയൻസ് പുറത്തു പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിൻ പെട്ടെന്നൊരു നിഴലിലേക്ക് ഒളിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവന്നത് ആരുടെയോ സ്ട്രാറ്റജി ആവാം. ഈ ട്രാക്കിൽ തന്നെ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ബിഗ് ബോസ് വീടിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു സംഭവം നടക്കുന്നത്. കൺഫെഷൻ റൂമിൽ ജാസ്മിനെ വിളിപ്പിച്ച് ഉപ്പാക്ക് കുറച്ച് കാര്യങ്ങൾ മോളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതുവരെ കീറുകൃത്യം. പക്ഷെ അതിനുശേഷം ഉണ്ടായത് തികച്ചും നാടകീയം. കാരണം എഡിറ്ററുടെ കത്രിയക്കിടയിൽ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടി വന്നു ആ രംഗത്തിന്. അങ്ങനെ ബിഗ് ബോസ് സെൻസേർഡായി. ഉപ്പ വിളിച്ച് സംസാരിക്കുകയും അവിടെ നടക്കുന്ന ഗെയിം സ്ട്രാറ്റജിയിൽ ലജ്ജാവഹം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തെന്നാണ് ജാസ്മിന്റെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പുറത്തുനിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അകത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഗെയിം മാറ്റുകയാണെങ്കിൽ പിന്നെ അതിലെന്ത് ന്യായമാണെന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അതിലൊരു വിശദീകരണം നൽകിക്കൊണ്ട് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ദിയ സന രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളാരും മുൻ സീസണുകൾ കണ്ടിട്ടില്ലേ? ലാലേട്ടൻ വന്ന് ഹിന്റ് കൊടുക്കുന്നത് മുതൽ വൈൽഡ് കാർഡ് എൻട്രി, അതുപോലെ പുറത്തുപോയി അകത്ത് വന്ന കണ്ടസ്റ്റൻസ്, ഇവരൊക്കെ കൃത്യമായിട്ടാണോ ഗെയിം കളിക്കുന്നത് എന്ന ദിയയുടെ ചോദ്യം ഒരേ സമയം ചിന്തിപ്പിക്കുന്നതും ചൊടിപ്പിക്കുന്നതുമാണ്. ലാലേട്ടൻ വന്ന് ഹിന്റ് കൊടുത്താൽ ഇതേ പ്രേക്ഷകർ ഫേവറേറ്റ് ആയ ആളുകളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ലാലേട്ടൻ ഉൾപ്പെടെ തെറി കേൾക്കണം. വൈൽഡ് കാർഡ് പോയാൽ വെളിയിലെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് സ്ഥാപിച്ച് ആക്രമിക്കും. എന്തൊരു ഡബിൾ സ്റ്റാൻഡ് ആണ് നിങ്ങൾക്കൊക്കെ എന്ന് ചോദിക്കുകയാണ് ദിയ. സീസൺ 2 മുതൽ മുടങ്ങാതെ ബിഗ് ബോസ് നടത്തിവരുന്ന ആചാരാനുഷ്ഠാനം എന്ന നിലയിൽ മണിക്കുട്ടൻ പുറത്തുപോയി വന്ന് സൂര്യയോടുള്ള അടുപ്പം കുറച്ചതും, ഡിംബലിന്റെ അച്ഛൻ മരിച്ചതിന്റെ പേരിൽ പുറത്തുപോയി വന്നിട്ട് കൂടുതൽ ബോണ്ടിങ് കണ്ടതും, അഖിൽ വയ്യാതെ പുറത്തുപോയി വന്നപ്പോൾ പ്രേക്ഷക പിന്തുണ അറിഞ്ഞിട്ടുള്ള അഖിലിന്റെ ഓവർ കോൺഫിഡൻസ് എല്ലാം എണ്ണി പറഞ്ഞു ദിയ. ജാസ്മിന്റെ ഉപ്പയുടെ ശാരീരിക പ്രശ്നം അറിയിച്ചതിന്റെ പേരിൽ തകർന്നിരിക്കുന്ന ഒരാളെ വലിച്ചു കയറുന്ന വൃത്തികെട്ട മനോഭാവം എന്ന് അവസാനിക്കും എന്ന് ദിയ പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ബുള്ളിയിങ് അനുഭവിച്ച ആൾ എന്ന രീതിയിൽ ഇതിന്റെ വിഷമം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദിയ ജാസ്മിന് വേണ്ടി നിലകൊള്ളുന്നത്. ആശയപരമായ വിയോജിപ്പുകളും ദേഷ്യവും ഒക്കെ കാണിക്കാം. എൻഡ് ഓഫ് ദി ടൈം ഇതൊരു ഗെയിം ഷോ ആണ്. ഇവിടെ ഗെയിം കളിക്കാൻ ആളുകൾ വരും പോകും. അവർക്ക് ചെയ്യുന്ന പണിക്കുള്ള റെമ്യൂണറേഷനും കിട്ടും. വിവരക്കേടും തെറ്റുമൊക്കെ മനുഷ്യന് സംഭവിക്കും. ഇതിനൊക്കെ തിരിച്ചറിവും ഉണ്ടാകും. ഇനി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അനുഭവിക്കട്ടെ. നമ്മുടെ എനർജി എന്തിനാണ് ഇങ്ങനെ ഇല്ലാതാക്കുന്നതെന്നും പറഞ്ഞാണ് ദിയ സന അവരുടെ അഭിപ്രായം അവസാനിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ ദിയ സനയ്ക്കും ഉപരി ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അവരുടേതായ അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നുണ്ട്.